അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പകലും മൊബൈലിന്റെ മുമ്പിലായി ജീവിതം ഹോമിക്കും കൂട്ടുകാരെ. രാവും പകലും മൊബൈലിന്റെ മുമ്പിലായി ജീവിതം ഹോമിക്കും കൂട്ടുകാരെ. ഭാവി കരുപ്പിടിപ്പിക്കാനൊരിക്കലുമാവില്ല നിങ്ങൾക്കൊന്നോർക്കു തീരെ. കൊച്ചു മനസ്സിന്റെ വാതിൽ തുറന്നതു വെച്ചു തരുന്നു വിഭവമെല്ലാം. ഇപ്പോൾ മതിയിരിക്കുമെങ്കിലും പിന്നീട് കൈപ്പായി മാറുമുറപ്പു ചെല്ലാം. ഊണുമുറക്കു പഠിപ്പും ഉപേക്ഷിക്കും, ഉത്സാഹശീലം മറന്നുപോകും. ഏതോ പിശാചിന്റെ കാണാച്ചരടും മേലാടുന്ന പാപക്കിടാങ്ങളാകും. സ്വപ്നലോകത്തെ തടവുകാരായി മാറും, സത്യത്തിൽ മുന്നിൽ പകച്ചുപോകും. നാളത്തെ നൂറ്റാണ്ടിൽ ചെങ്കോലു വാങ്ങുമാ നീളുമാ കൈകൾ വിറച്ചു പോകും. എന്താ പറഞ്ഞത്? ഒരുപാട് കാര്യങ്ങൾ ആ മൊബൈലിന്റെ പാട്ടിൽ നമ്മൾ പഠിച്ചത് അല്ലേ? നിങ്ങൾ രണ്ടുപേരും ഒന്ന് പാടിയേ. മൊബൈലിന്റെ മുമ്പില ജീവിതം ഹോമിക്കും കൂട്ടുകാരെ. ഭാവി കരുപ്പിടിപ്പിക്കാൻ ഒരിക്കലും ആവില്ല നിങ്ങൾക്കൊന്നോർക്കുതിരെ. കൊച്ചു മനസ്സിന്റെ വാതിൽ തുറന്നതു വെച്ചു തരുന്ന വിഭവമെല്ലാം. ഇപ്പോൾ മധുരിക്കുമെങ്കിലും പിന്നീട് കൈപ്പായി മാറുമെന്നുറപ്പു ചെല്ലാം. ഊണുമുറക്കും പഠിപ്പും ഉപേക്ഷിച്ച് ഉത്സാഹശീലം മറന്നു പോകും. ഏതോ പിശാചിന്റെ കാണാച്ചരടിന്മേലാടുന്ന പാപക്കിടാങ്ങളാകും. സ്വപ്നലോകത്തെ തടവുകാരായി മാറും, സത്യത്തിൽ മുന്നിൽ പകച്ചു പോകും. നാളത്തെ നൂറ്റാണ്ടിൽ ചെങ്കോല് വാങ്ങുക നീളുമാ കൈകൾ വിറച്ചു പോകും. നീളുമാ കൈകൾ വിറച്ചു പോകും. മാഷാ അല്ലാഹ്. അപ്പൊ രണ്ടുപേരും ആ പാട്ട് പഠിച്ചു അല്ലേ? നമ്മുടെ ജീവിതത്തിൽ മൊബൈല് ഒരു വില്ലനാവരുത്. നമ്മുടെ ജീവിതത്തിൽ ആരാവരുത് എന്ന് പറഞ്ഞാൽ നമ്മളെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു ഘടകവുമായി ആര് മാറരുത്? മൊബൈൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ സമയം നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്തും അല്ലേ? ഔഖാത്തുൽ ഇൻസാനു നഫീസുൻ, മനുഷ്യന്റെ വിലമതിക്കപ്പെടാത്ത മുത്തുകളാണ് സമയങ്ങൾ. എന്താണ്? ഏത് കാര്യവും നമുക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കാം, പക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ സാധനം എന്ത് ചെയ്യാനൊക്കത്തില്ല, തിരിച്ചു കിട്ടത്തില്ല. അത്രയ്ക്ക് വിലമതിപ്പുള്ള സമയങ്ങളെ നമ്മൾ മൊബൈൽ കവർന്നെടുക്കും അല്ലേ? എന്നാൽ മൊബൈൽ കൊണ്ടോ ഒരുപാട് നന്മകൾ ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഈ പാട്ടിൻ്റെ കൂടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞില്ലേ? എപ്പോഴും മൊബൈലിനകത്ത് കളിക്കുന്ന ഒരാളുടെ ഭാവി നഷ്ടപ്പെടുമെന്നാണ് ആദ്യത്തെ വരിയിൽ പറഞ്ഞത് അല്ലേ? പിന്നെന്താണ്? നമ്മുടെ കൊച്ചു മനസ്സാണ്. കൊച്ചു മനസ്സെന്ന് പറഞ്ഞാൽ നമ്മൾ ലോകങ്ങൾ പഠിച്ചു വരുന്നവരേ ഉള്ളൂ. അപ്പോൾ ഈ പഠിക്കുന്ന കുട്ടികളിൽ ഈ കൗതുകകരമായ അത്ഭുതകരമായ മൊബൈലിൻ്റെ ഓരോ ചലനങ്ങളും നമ്മളെ എവിടെ എത്തിക്കും? നമ്മുടെ സമയം കവർന്നെടുത്ത് മൊബൈലിൻ്റെ അഡിക്റ്റായി മാറും. പ്രത്യേകിച്ച് ഗെയിമിലൂടെയൊക്കെ. മനസ്സിലായോ? ആ ഗെയിം കൊണ്ട് നമ്മൾക്ക് വരുന്ന ഒരുപാട് അപകടങ്ങൾ, അബദ്ധങ്ങൾ, ഇതിൻ്റെ പ്രത്യേകിച്ച് നമുക്ക് ഉപകാരമില്ലാത്ത എന്ന് പറഞ്ഞാൽ ഗെയിമുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ്. അതിപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് പറയണം. തൗഫീഖ് നൽകട്ടെ.